ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺസ് അഗെയിൻ. അങ്ങനെ നമ്മൾ ടോക്സിക് കണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഗീതു മോഹൻദാസ്, അഭിനയിച്ചിരിക്കുന്നത് അറിയാലോ നമ്മളെ റോക്കി ബായ് യശ്. പടം ഒരു ബിഗ് ബഡ്ജറ്റ് അപരാധ പടം അങ്ങനെ വേണമെങ്കിൽ പറയാം. കുറേ പൈസ മുടക്കി, കുറേ തോക്കും വെടിവെപ്പും കുറേ ഗ്രാഫിക്സും പിന്നെ കുറച്ച് ഫോറിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ഇതൊക്കെ പാടെ കൂട്ടിക്കുഴച്ചിട്ട് എന്താ പറയുക, അങ്ങോട്ട് അപരാധിച്ച് വെച്ചേക്കാണ് പടം. പണ്ടൊക്കെ നമ്മൾ ഈ തെലുങ്ക് സിനിമയൊക്കെ കാണുമ്പോൾ കണ്ടിട്ടുണ്ട്, ഒരു ഫൈറ്റ് ഒരു സോങ്, ഒരു സോങ് ഒരു ഫൈറ്റ്, ഒരു ഫൈറ്റ് ഒരു സോങ്. അതുപോലെ ഇതിൽ ഒരു ഫൈറ്റ് ഒരു കളി, ഒരു ഫൈറ്റ് ഒരു കളി, ഇത് തന്നെ പരിപാടി. ഫസ്റ്റ് ഹാഫ് മൊത്തം കളി, സെക്കൻഡ് ഹാഫും കളിയുണ്ട്, കളിയോട് കളി. ഇത് ഇപ്പോൾ വളരെ ഫെമിനിസ്റ്റ് ചിന്താഗതിയൊക്കെ പറയണ ഗീതു മോഹൻദാസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൊരു പടമാണ്. എനിക്ക് തോന്നുന്നു ഭയങ്കര കഴമൂത്ത് നടക്കുന്ന ഒരുത്തം ഒരു മെയിലായിട്ടുള്ള ഒരാൾ ചെയ്താൽ പോലും ഫീമെയിൽസിന് ഇത്രയും വൾഗറായിട്ട് ഒബ്ജക്റ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഇതിൽ മോശമായിട്ട് ചിത്രീകരിച്ച് വെച്ചേക്കണം ഈ പടത്തിനകത്ത് പ്രത്യേകിച്ച് കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥയില്ലാത്തൊരു കഥ. എന്താണ് കഥ, എങ്ങനെ കഥ എന്ന് കണ്ടവർക്കും മനസ്സിലായിട്ടില്ല, അത് എടുത്തവർക്ക് മനസ്സിലാക്കണോ തമ്പുരാനറിയാം. അതുപോലെ ഒരു കഥ, ചുമ്മാ അങ്ങനെ കുറേ വെട്ടി പോവുക അങ്ങനെ പോണ ഒരു പടം. നമുക്ക് പടം കാണുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ഒരു ഹൈ, അത് ഒറ്റ സീന് പോലും ഈ പടത്തിൽ തരാൻ പറ്റിയിട്ടില്ല. ഫുള്ള് പടം ചുമ്മാ എന്തൊക്കെയോ കാണിച്ചു വെച്ചേക്കുക റോക്കി ബായും ടീം. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മളൊരു പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ആളുകളൊക്കെ ചളി കമൻ്റ് അടിക്കുമല്ലോ, ചെക്കന്മാരൊക്കെ, അതൊക്കെ നമുക്ക് ഇറിറ്റേഷൻ ആയിട്ടല്ലേ വരിക. പക്ഷേ ഈ പടം കണ്ടപ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് അവരെ പ്രൊമോട്ട് ചെയ്യും. കാരണം വേറൊന്നുമല്ല, അത് മാത്രമാണ് ആ ഒരു 3.25 മണിക്കൂറിൽ നമുക്ക് ആകേണ്ടുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞാലും നമ്മൾ ചിരിക്കുക എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. കാരണം നമ്മളെ മനസ്സിൽ തോന്നുന്ന കാര്യം അവർ വിളിച്ച് പറയണേ, അത്രേ ഉള്ളൂ. ഞാൻ നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിയണതിന് മുമ്പ് ഒരു റോല് കുറച്ച് പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന പിള്ളേരാണെന്ന് തോന്നുന്നു, ഇവരൊക്കെ എണീറ്റ് പോകണം. എനിക്ക് ആ പയ്യന്മാരോട് ബഹുമാനം തോന്നാം. ഒരുത്തൻ്റെ മറ്റൊരുത്തിനോട് പറയണേ, ഓണമല്ലേ വേറെ പരിപാടി പിടിക്കുക, നീ വാ എന്നിട്ട് ലാസ്റ്റുള്ളവനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ പടത്തിൽ മനസ്സിലായത്, അതായത് ഇത് ലാസ്റ്റ് ഒരു ചെറിയൊരു ട്വിസ്റ്റ് പോലെ, അതായത് നമ്മൾ സാധാരണ പറയില്ലേ മാടമ്പള്ളിയിലെ മനോരോഗി, അല്ലെങ്കിൽ ഡുവൽ പേഴ്സണാലിറ്റി, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഇതുപോലൊരു ട്വിസ്റ്റ് ഈ പടത്തിനകത്ത് ലാസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് എത്തിക്കാൻ വേണ്ടി ഇത്രയും ബഡ്ജറ്റ് മുടക്കി, ഇത്രയും ആൾക്കാരെ വിളിച്ചു വരുത്തി, അങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോയിട്ട് എന്നിട്ട് ഇതുപോലൊരു ട്വിസ്റ്റ് തന്നാൽ നമുക്കൊരു ഹൈ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും കഥ എഴുതിയ ആള്. പക്ഷേ എന്താ പറയുക, നമുക്ക് ഒന്നും അങ്ങോട്ട് ഏറ്റിട്ടില്ല ഈ പടത്തിൽ. ഒന്നും എന്താ പറയുക, ഒരു ഹൈ തരുന്ന ഒരു മൊമെൻറ്റും ഇല്ലാത്തൊരു പടം. ഞാൻ മനസ്സിലാക്കണം, ഇത്രയും ബഡ്ജറ്റ് കിട്ടിയിട്ട്, ഇത്രയും നല്ല ആക്ടറെ കിട്ടിയിട്ട് തീരെ യൂസ് ചെയ്യാൻ പറ്റാതെ പോയി ഗീതു മോഹൻദാസിന്. എന്തായാലും ഇത് OTT ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രോളന്മാർക്ക് ചാകരായിരിക്കും. അവന്മാർ എടുത്തിട്ട് അലക്കും, അതുപോലെ വെച്ചിരിക്കണം. ഇതിൽ മകൻ റോക്കി ബോയ് ഉണ്ട്, അതുപോലെ അച്ഛൻ റോക്കി ബോയ് ഉണ്ട്. ഇവർ തമ്മിലുള്ള ചില കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, ഇതൊക്കെ എങ്ങനെ എഴുതി വെക്കാൻ പറ്റണേ? ഇനി മലയാളത്തിലായതുകൊണ്ടാണോ, കന്നഡത്തിൽ ഇനി വേറെ ലെവലാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ മലയാളത്തിൽ പരബോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺവെർസേഷൻ ഉണ്ട്, അച്ഛാ എന്നെ കൂടെ കൊണ്ടുപോകില്ലേ. ഇത് കേട്ടിട്ട് തിയേറ്ററിൽ ഇരിക്കണവന്മാർ മുഴുവൻ ചിരിക്കുക. അങ്ങനെ ഒരു ചളി ഡയലോഗ്, അങ്ങനത്തെ കുറേ എന്താ പറയുക, മനുഷ്യൻ്റെ തൊലി മേത്തുനിന്ന് ഉരിഞ്ഞു പോകുന്ന ടൈപ്പ് ഡയലോഗ്സ്. പിന്നെ പല കോൺവെർസേഷൻസും നമ്മുടെ താനൂര് ചക്ക തിന്നാൻ പോയ കഥയല്ലേ, അതുപോലെ പരസ്പരബന്ധമില്ലാതെ എന്താണ്ടൊക്കെയോ സംസാരിക്കുക. അങ്ങനെ സംസാരിച്ചാൽ മാസമെന്ന് വിചാരിച്ചിട്ടാണോ ഇനി റിഡിൽസിൽ സംസാരിക്കണോ, ഒന്നും മനസ്സിലാവണില്ല. ഒരു തേങ്ങി മനസ്സിലാകാത്ത കുറേ കോൺവെർസേഷൻസ് ഈ അച്ഛനും മകനും തമ്മിലുണ്ട്, അതുപോലെ അച്ഛൻ്റെ കാമുകിമാർ തമ്മിൽ, ഇവർ തമ്മിൽ ഇങ്ങനെ എന്താണ്ടൊക്കെയോ താനൂര് ചക്ക തിന്നാൻ പോയ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പടം ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ
ഒരു ബിഗ് ബഡ്ജറ്റ് കാട്ടവരാതെ പടം. വെറുതെ സമയം കളയാം ഉള്ളോല് പോവുക, അല്ലാത്തൊരു നല്ല ഫിലിമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പടം പോരാ, ഒറ്റ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പോരാന്നല്ല, എന്താ പറയുക, അത്രയും മോശപ്പെട്ടൊരു പടം. മനുഷ്യനെ 3.25 മണിക്കൂർ നമ്മളിത് എപ്പോഴാണ് തീരാന്ന് വിചാരിച്ചിരിക്കും. റോക്കി ബൈക്ക് വെട്ടിയൊക്കെ കൊള്ളുമ്പോൾ നമ്മൾ വിചാരിക്കും തീർന്നു പോയില്ലെങ്കിൽ ഈ പടം അങ്ങനെ തീർന്നേനെ ഒക്കെ തോന്നും. ആ കോലത്തിൽ ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ എന്താ പറയുക, കണ്ടൻറ്റ് ആണ് ഒരു പടത്തിൻ്റെ മെയിനെന്ന് വീണ്ടും വീണ്ടും ഇതുപോലത്തെ പടങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കണം. കണ്ടൻറ്റ് ഇല്ലാതെ നമ്മൾ എത്ര ബഡ്ജറ്റ് മുടക്കിയിട്ടും കാര്യമില്ല, അതിന് എന്തെന്നെ ചെയ്തു വെച്ചിട്ടും കാര്യമില്ല. എന്താ പറയുക, കണ്ടൻറ്റ് ഇല്ലാത്തൊരു പരിപാടി ഇതുപോലെ ആരും ചെയ്ത് വെക്കരുത്. ചുമ്മാ 500 കോടി ബഡ്ജറ്റൊക്കെ എത്ര പടം എടുക്കാറുണ്ട്, നല്ല കണ്ടൻറ്റുള്ള എത്രയോ പടങ്ങൾ എടുക്കാം. ഇത് ചുമ്മാ മനുഷ്യൻ്റെ 3.25 മണിക്കൂർ വേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ആ ടീസർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലല്ലോ വൾഗറിറ്റി. അതാണ് അതിൽ റോക്കി ബോയുടെ എൻട്രി. ടീസർ അങ്ങനെ കൊടുത്തിൽ അത്ഭുതപ്പെടാനല്ലോ, കാരണം എത്രയാ കളി സീന്, കളിയോട്ട് കളി, ഒരു ഫൈറ്റ് ഒരു കളി, ഇത് തന്നെ പരിപാടി. അപ്പോൾ എൻ്റെ ഓണം ഏകദേശം ആ പടം കണ്ടതോടുകൂടി നമ്മുടെ ആ ഒരു മൈൻഡ് ഇതായിപ്പോയി. അപ്പോൾ ബാക്കിയുള്ളവർക്ക് നല്ലൊരു ഓണം കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ ഗൈസ്.